ഹലോ എവ്രിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ 2024 വേദി കോഴിക്കോട്. 2023 ബുക്കർ പ്രൈസ് ജേതാവ് പോൾ ലിഞ്ച്. ഇന്ത്യയിലെ ആദ്യ സോളാർ റൂഫ് സൈക്ലിംഗ് ട്രാക്ക് നിലവിൽ വന്നത് ഹൈദരാബാദ്. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ 2024 വേദി കോഴിക്കോടാണ്. 2023 ബുക്കർ പ്രൈസ് ജേതാവ് പോൾ ലിഞ്ചാണ്. ഇന്ത്യയിലെ ആദ്യ സോളാർ റൂഫ് സൈക്ലിംഗ് ട്രാക്ക് നിലവിൽ വന്നത് ഹൈദരാബാദാണ്. 2023 നടന്ന 19ാം ഏഷ്യൻ ഗെയിംസ് വേദി ഹാങ്ചു, ചൈന. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2023 നടന്നിരിക്കുന്നത് 19ാമത്തെ ഏഷ്യൻ ഗെയിംസ് ആണ്. അതിൻ്റെ വേദി എന്ന് പറയുന്നത് ചൈനയിലെ ഹാങ്ചു ആണ്. ഇതിനൊപ്പം തന്നെ ഓർത്തിരിക്കേണ്ട കാര്യമാണ്, 2026 വേദി ജപ്പാനാണ്, 2030 ഖത്തർ, 2034 സൗദി അറേബ്യ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2023 നടന്ന ഏഷ്യൻ ഗെയിംസ് ജേതാക്കൾ ചൈന. ചൈനയാണ് 2023 നടന്ന 19ാം ഏഷ്യൻ ഗെയിംസിൻ്റെ ജേതാക്കൾ. 2023 നടന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ നേടിയ മെഡലുകളുടെ എണ്ണം 106 മെഡലുകളാണ് 2023 നടന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ നേടിയിട്ടുള്ളത്. ടോട്ടൽ 106 മെഡലുകളാണ് ഇന്ത്യ നേടിയിരിക്കുന്നത്. 28 സ്വർണം, 38 വെള്ളി, 40 വെങ്കലം. ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് ഒന്നുകൂടെ നോക്കാം. 2023 നടന്ന 19ാം ഏഷ്യൻ ഗെയിംസ് വേദി ഹാങ്ചു, ചൈന. 2023 നടന്ന ഏഷ്യൻ ഗെയിംസ് ജേതാക്കൾ ചൈന. 2023 നടന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ നേടിയ മെഡലുകളുടെ എണ്ണം 106. 2023 ഇന്ത്യയിലെ ഏറ്റവും മികച്ച ടൂറിസ്റ്റ് ഗ്രാമമായി തിരഞ്ഞെടുത്തത് ബിശ്വനാഥ് ഘട്ട്, ആസാം. പ്രശസ്ത എഴുത്തുകാരി എം ലീലാവതിയുടെ ആത്മകഥ ധ്വനിപ്രയാണം. മലയാള ഭാഷാ വിഭാഗത്തിൽ 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് ഇ.വി. രാമകൃഷ്ണൻ. നമുക്കൊന്നുകൂടെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. 2023 ഇന്ത്യയിലെ ഏറ്റവും മികച്ച ടൂറിസ്റ്റ് ഗ്രാമമായി തിരഞ്ഞെടുത്തത് ബിശ്വനാഥ് ഘട്ട്, ആസാം. പ്രശസ്ത എഴുത്തുകാരി എം ലീലാവതിയുടെ ആത്മകഥ ധ്വനിപ്രയാണം. മലയാള ഭാഷാ വിഭാഗത്തിൽ 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് ഇ.വി. രാമകൃഷ്ണൻ. ഇന്ത്യൻ നാവികസേനയുടെ മേധാവി ദിനേശ് കെ ത്രിപാഠിയാണ് നിലവിൽ ഇന്ത്യൻ നാവികസേനയുടെ മേധാവി. 2024 ലോക തണ്ണീർത്തട ദിന ആഗോള ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം സൗദി അറേബ്യ. 2024 തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം തണ്ണീർത്തടങ്ങളും മനുഷ്യ ക്ഷേമവും. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം എന്നുകൂടെ ഓർത്തുവയ്ക്കാം. ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് ഒന്നുകൂടി നോക്കാം. ഇന്ത്യൻ നാവികസേനയുടെ മേധാവി ദിനേശ് കെ ത്രിപാഠി. 2024 ലോക തണ്ണീർത്തട ദിന ആഗോള ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം സൗദി അറേബ്യ. 2024 തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം തണ്ണീർത്തടങ്ങളും മനുഷ്യ ക്ഷേമവും. 2024 ജലദിനത്തിൻ്റെ പ്രമേയം ജലം സമാധാനത്തിന്. 2024 കാലാവസ്ഥാ ദിനത്തിൻ്റെ പ്രമേയം കാലാവസ്ഥ പ്രവർത്തനത്തിൻ്റെ മുൻനിരയിൽ. 2024 ആരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. മാർച്ച് 22 ലോക ജലദിനം. മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനം. ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനം. പ്രധാനപ്പെട്ട ദിനങ്ങളും അതിൻ്റെ പ്രമേയങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊന്നുകൂടെ നോക്കാം. 2024 ജലദിനത്തിൻ്റെ പ്രമേയം ജലം സമാധാനത്തിന്. 2024 കാലാവസ്ഥാ ദിനത്തിൻ്റെ പ്രമേയം കാലാവസ്ഥാ പ്രവർത്തനത്തിൻ്റെ മുൻനിരയിൽ. 2024 ആരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. 2024 ONV കൾച്ചറൽ അക്കാദമിയുടെ സാഹിത്യ അവാർഡ് നേടിയത് പ്രതിഭ റേ. പ്രതിഭ റേ ആണ് 2024 ONV കൾച്ചറൽ അക്കാദമിയുടെ സാഹിത്യ അവാർഡ് നേടിയത്. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം മെയ് 22. 75ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യാതിഥി ഇമ്മാനുവൽ മാക്രോൺ, ഫ്രഞ്ച് പ്രസിഡന്റാണ്.
ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് ഒന്നുകൂടെ നോക്കാം. 2024 ONV കൾച്ചറൽ അക്കാദമിയുടെ സാഹിത്യ അവാർഡ് നേടിയത് പ്രതിഭ റേ. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം മെയ് 22. 75ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യാതിഥി ഇമ്മാനുവൽ മാക്രോൺ, ഫ്രഞ്ച് പ്രസിഡന്റ്. യുനെസ്കോ 2024 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുത്ത നഗരം സ്ട്രാസ്ബർഗ്, ഫ്രാൻസ്. ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ് ആണ് യുനെസ്കോ 2024 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുത്ത നഗരം. യുനിസെഫിലെ ഇന്ത്യൻ അംബാസഡറായി നിയമിതയായ നടി കരീന കപൂർ. യുനിസെഫിലെ ഇന്ത്യൻ അംബാസഡറായി നിയമിതയായ നടി കരീന കപൂർ. ഇന്ത്യയിൽ ജൻ ഔഷധി ദിനമായി ആചരിക്കുന്നത് മാർച്ച് 7. ഇന്ത്യയിൽ ജൻ ഔഷധി ദിനമായി ആചരിക്കുന്നത് മാർച്ച് 7. ക്വസ്റ്റ്യൻസ് നമുക്ക് ഒന്നുകൂടെ നോക്കാം. യുനെസ്കോ 2024 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുത്ത നഗരം സ്ട്രാസ്ബർഗ്, ഫ്രാൻസ്. യുനിസെഫിലെ ഇന്ത്യൻ അംബാസഡറായി നിയമിതയായ നടി കരീന കപൂർ. ഇന്ത്യയിൽ ജൻ ഔഷധി ദിനമായി ആചരിക്കുന്നത് മാർച്ച് 7. സർക്കാർ ജീവനക്കാരുടെ തൊഴിൽ ശേഷി ഉയർത്താനുള്ള പദ്ധതി കർമ്മയോഗി. 2023-24 സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് 8.2%. ഇന്ത്യയിലെ ആദ്യ ടെലികോം സെൻറ്റർ ഓഫ് എക്സലൻസ് നിലവിൽ വരുന്നത് സഹൻപൂർ, ഉത്തർപ്രദേശ്. സർക്കാർ ജീവനക്കാരുടെ തൊഴിൽ ശേഷി ഉയർത്താനുള്ള പദ്ധതിയാണ് കർമ്മയോഗി. 2023-24 സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് 8.2%. ഇന്ത്യയിലെ ആദ്യ ടെലികോം സെൻറ്റർ ഓഫ് എക്സലൻസ് നിലവിൽ വരുന്നത് ഉത്തർപ്രദേശിലെ സഹൻപൂർ. കേരള സർക്കാരിൻ്റെ ടെലിമെഡിസിൻ പദ്ധതി ഇ-സഞ്ജീവനി. ഇ-സഞ്ജീവനിയാണ് കേരള സർക്കാരിൻ്റെ ടെലിമെഡിസിൻ പദ്ധതി. കേരളത്തിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ആദ്യ നിയമസഭാ മണ്ഡലം തളിപ്പറമ്പ്. കേരളത്തിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ആദ്യ നിയമസഭാ മണ്ഡലമാണ് തളിപ്പറമ്പ്. ഇന്ത്യയിൽ ആദ്യമായി കാർബൺ ന്യൂട്രൽ അഗ്രികൾച്ചർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം കേരളം. കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി കാർബൺ ന്യൂട്രൽ അഗ്രികൾച്ചർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം. കറണ്ട് അഫെയർസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയത്. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.